അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 58-59 വിമോചന സമരം സംഭവം ഉണ്ടായി. ഭയങ്കര സംഭവമായിരുന്നത്. അത് നമ്മുടെ ഈ പ്രൈവറ്റ്, നമുക്ക് അന്ന് പള്ളിയുടെയും മഠത്തിൻ്റെയൊക്കെ സ്കൂളുകൾ ഒരുപാട് ഉള്ളത്, ഗവൺമെൻറ് സ്കൂളുകൾ കുറവാണ്. അപ്പം അന്ന് ഗവൺമെൻറ്റിൻ്റെ എന്തോ ഇതുണ്ടായി, അതൊക്കെ ഗവൺമെൻറ്റിന് വിട്ടു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളമായി. അത് തല്ലും കൊട്ടും ബഹളവും. അത് കഴിഞ്ഞ് സമരം തുടങ്ങി. അങ്കമാലി അപ്പം എന്തെങ്കിലും സംഭവങ്ങൾ പള്ളി നശിപ്പിക്കണം, അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഉള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പള്ളിയിൽ മണിയടി അടിക്കും. അപ്പം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഓടി എത്തണമെന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് ഉണ്ടായി. അതൊക്കെ ഒരു ദിവസം ഒരു 10-11 മണി രാത്രിയായ സമയത്ത് പള്ളിയിൽ കൂട്ടമണി, എല്ലാ പള്ളികളിലും കൂട്ടമണി അടിക്കും. അപ്പം ഈ ആണുങ്ങളൊക്കെ പോയി. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അങ്കമാലിക്ക് വെടിവെപ്പ് നടന്നു. വെടിവെപ്പ് ഈ സമരം 2 എതിരാളികളും ഇവരും കൂടി എതിർത്ത് തല്ലും ബഹളവും ആക്കി ലാസ്റ്റ് വെടിവെപ്പ് നടന്ന് 5 ആള് മരിച്ചു. 5 ആള് മരിച്ച് അവിടെ കല്ലറയിൽ അവിടെ തന്നെ 5 ആളെന്നെ സംസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മെനക്കെട്ട് സമരവും ജാഥയും അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ജാഥയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. രജിസ്റ്റർ ഓഫീസിൽ സമരം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കയറി അങ്ങനെയൊക്കെ നടന്ന് അങ്ങനെ അത് കഴിഞ്ഞ് 59 ആയപ്പോഴേക്കും ഒരുവിധം, 60 ഒരുവിധം ശാന്തായി. ഞാൻ ജനിച്ചത് കാഞ്ഞൂര്. അവിടെ ചെറുപ്പകാലം കളിച്ച് നടന്ന് അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി. സെൻറ്റ് മേരീസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് 4-ാം ക്ലാസ് 5-ാം ക്ലാസ് വരെ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിൽ 2 കൊല്ലം കൂടിയും പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കൂൾ പഠനം നിർത്തി. പിന്നെ വീട്ടു ജോലി എടുക്കലും, വീട്ടിൽ ഒരുപാട് കൃഷി പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ള കുടുംബമാണ്. അപ്പോൾ അവിടുത്തെ ജോലികളെല്ലാം ചെയ്ത് അന്നൊക്കെ പെൺപിള്ളേരെയൊക്കെ പഠിപ്പിച്ചു വിടും. എല്ലാ ജോലികളും പഠിപ്പിച്ചൊക്കെ വിടും. വീട്ടിൽ എനിക്ക് ഞങ്ങൾ 6 പെൺമക്കളും ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു. അവർ ചേച്ചിമാരൊക്കെ ഉണ്ടായി. ഞങ്ങൾ ചേച്ചിമാരൊക്കെ ഒരുമിച്ച് സ്കൂളിൽ പോക്കും കാര്യങ്ങളും ആയിട്ട് നടന്നു. അങ്ങനെ മൂത്ത ചേച്ചിനെ കെട്ടിച്ചു, 2ാമത്തെ ചേച്ചിനെയും കെട്ടിച്ചു. പിന്നത്തെ 3ാമത്തെ ഞാനാണ്. അത് കഴിഞ്ഞ് 18 വയസ്സായപ്പോഴേക്കും കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയും കൃഷിപ്പണി. ചേട്ടന് ചാക്കുളസിലെ ജോലി ഉണ്ടായി. ചേട്ടൻ ജോലിക്ക് പോകും, ഞാൻ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ നോക്കും. പാടത്ത് അന്ന് ഒരുപാട് കൃഷി ഉണ്ടായി. ആ കൃഷി ഈ 3 പൂപ്പും കൃഷി വിളവിറക്കുന്ന സമയമാണ് അന്നൊക്കെ. ആ 3 പൂപ്പും വിളവിറക്കുമ്പോൾ നമുക്ക് പാടത്തൊന്നും കയറാൻ സമയം കിട്ടില്ല. അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ പോയി കാര്യങ്ങളൊക്കെ നടത്തും. ചേട്ടൻ രാത്രി പോണ ദിവസമാണെങ്കിൽ ചേട്ടൻ പകൽ പോയി കാര്യങ്ങളൊക്കെ നടത്തും. പേടിയൊക്കെ ഉണ്ടായി അന്ന്. പിന്നെ നമ്മൾ ഈ ഇന്നത്തെ പോലെയുള്ള പുരുഷന്മാരായിട്ടുള്ള ഒരു അടുപ്പൊക്കെ വളരെ കുറവാണ്. നമുക്ക് നാണമാണ്. നമുക്ക് അങ്ങനെ അടുത്ത് ചെല്ലാനും വർത്താനം പറയാനും ഒക്കെ പേടി തോന്നും. പിന്നെ പെണ്ണുങ്ങൾ അമ്മയും ചേർത്തിയാരും നാത്തൂനൊക്കെ ഉണ്ടായി, അവരായിട്ട് കൂടുതൽ അടുക്കണേ. പിന്നെ അങ്ങനെ വർത്താനമൊക്കെ അങ്ങനെ ജീവിച്ചു, കുഴപ്പമില്ലാണ്ട്. വരുമാനം ഇഷ്ടം പോലെ കൃഷി. ഇവിടത്തേലും കൂടുതൽ ഞങ്ങൾക്ക് അവിടെ എനിക്ക് എൻ്റെ വീട്ടിൽ കൃഷിയും പറമ്പും കപ്പയും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എല്ലാം അടിപൊളിയായിരുന്നു. കൃഷി പാടത്ത് നെൽകൃഷിയാണല്ലോ. പിന്നെ പറമ്പിൽ കപ്പ, ഏത്തവാഴ, പാളയംകുടം വാഴ, അങ്ങനെ ഓരോ തരം വാഴകളുണ്ട്. പിന്നെ പച്ചമുളക് ഒരു കണ്ടം നടും. അങ്ങനെ ഒരു കണ്ടം നട്ട്. പിന്നെ കുമ്പളങ്ങ, വെള്ളരിക്ക, പാവലം, പടവലം, ഇതൊക്കെ
ഒക്കെ ഉണ്ടാക്കും അപ്പൻ. അതിനൊക്കെ അപ്പന് വലിയ ഉത്സാഹം. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചാക്കുംപടി പറിച്ചുകൊണ്ട് പോയി വെക്കണത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൃഷികാര്യത്തോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. വെടിക്കെട്ട് 9-ാം തീയതി വൈകുന്നേരം 1-ാം തീയതി തുടങ്ങും, 11-ാം തീയതി തുടങ്ങും നൊവേന. ആ 9 ദിവസത്തെ നൊവേന ഭയങ്കര ആഘോഷമാണ്. വെടിക്കെട്ടും പരിപാടിയും ആൾക്കൂട്ടം എല്ലാവരും ആ നൊവേനയ്ക്ക് പോയി പങ്കെടുത്ത്. ഞാൻ പോന്നതിന് ശേഷമാണ് ഈ ഗ്രൗണ്ടിൽ കപ്പല പണിത് അവിടെ നൊവേന തുടങ്ങി. അവിടെ നൊവേന തുടങ്ങിയിട്ട് പിന്നെ ആഘോഷം ഭയങ്കരമാണ്. അവിടെ ഒരു ദിവസം മുമ്പ് തുടങ്ങി 8-ാം തീയതി അവിടെ അവസാനിച്ച് അവിടെ വലിയ ഗാനമേളയും പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ 9-ാം തീയതി പള്ളിയിൽ അവസാനിച്ച് അന്ന് അവിടെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രദർശനം ഇറങ്ങും. പ്രദർശനം ഇറങ്ങിക്കഴിഞ്ഞാൽ 6 മണിയാവണം. കാരണം 3 അങ്ങാടിക്കും പ്രദർശനം പോയി 6 മണിയായി കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ കുർബാനയും പരിപാടി. അത് കഴിഞ്ഞ് രാത്രി വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വെടിക്കെട്ട് എൻ്റെ അപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വെടിക്കെട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ശക്തൻ തമ്പുരാൻ ഉള്ള കാലത്ത് വെടിക്കെട്ടും കൊണ്ട് പുള്ളിക്ക് ഭയങ്കര ശല്യ, ഒച്ചപ്പാട് അല്ലേ, എപ്പോഴും ഞെരിയരൂന്ന് വെടിക്കെട്ടല്ലേ. അപ്പോൾ തോഴിമാരോട് പറഞ്ഞു ആ ഒരു കഥനയൊക്കെ കൊണ്ടുവന്ന് അമ്പലക്കുളത്തിലിടാൻ പറഞ്ഞു. അമ്പലക്കുളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ സമയാസമയത്തിന് അവിടെ കിടന്ന് പൊട്ടും, കുളത്തിൽ കിടന്ന് പൊട്ടും. കുളത്തിൽ കിടന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തമ്പുരാന് മനസ്സിലായി ഇത് പുണ്യാളൻ്റെ കോപമാണെന്ന്. അപ്പോൾ മംഗലാരെ കൊണ്ടുവന്ന് ഇട്ട കഥനയിൽ ഇരട്ടി കഥന പുണ്യാളന് കൊടുത്തു. അങ്ങനെ അതൊരതിശയം. തമ്പുരാൻ ഒരു ആനേനെയും കൊണ്ട് ഒരു എഴുന്നള്ളിപ്പ് നടത്തി വൈകുന്നേരം ഒരു ഉല്ലാത്തന ഇറങ്ങലുണ്ട്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പള്ളിയുടെ ഒരു മതിലിനൊരു തടസ്സമുണ്ട്. ആ തടസ്സം വന്നു കഴിഞ്ഞപ്പോൾ ആനയെ കൊണ്ട് ആ മതിലങ്ങോട്ട് കുത്തിപ്പൊളിച്ചു കഴിഞ്ഞുകൊണ്ട് ആന തമ്പുരാനും കൂടി പോയി. കൊണ്ടിടത്തൊക്കെ പോയി വന്ന് രാത്രി കിടന്നു തുടങ്ങിയപ്പോൾ വയറ്റിൽ വേദനയാൻ തുടങ്ങി. വയറ്റിൽ വേദന തുടങ്ങി കിടക്ക മരുന്നില്ലാണ്ടായി. ഉള്ള വൈദ്യന്മാരെയും ഡോക്ടർമാരെയും ഒക്കെ കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് ഈ നോട്ടക്കാരുണ്ടല്ലോ അന്നത്തെ നോട്ടക്കാരെ കൊണ്ടുകഴിഞ്ഞ് പറഞ്ഞു ഇത് കാഞ്ഞൂരത്തെ കോപമാണെന്ന് പറഞ്ഞു. അല്ലാണ്ട് വേറെ ഒന്നും അല്ല, ഇത് കാഞ്ഞൂരത്തെ കോപമാണ്. ശരി, പുണ്യാളൻ ഇങ്ങനെ ഒരു പണിയും ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് പുണ്യാളൻ ആ ഉരുളി ഒരു ആനപ്പുറത്ത് പാപ്പാനെ നിർത്തിയുള്ള ഉരുളി കണ്ടിട്ടില്ലേ, മുകളിൽ തൂക്കിയിട്ടൊക്കെ ഉണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിപ്പോൾ ഒരു ഇതായിട്ട് കൊണ്ട് നടക്കണത്. അങ്ങനെ കഞ്ഞിപ്പള്ളിയിൽ പിന്നെ ഉച്ചയ്ക്ക് 10-ാം തീയതി ഉച്ചയ്ക്ക് പ്രദർശനം ഇറങ്ങുമ്പോൾ കുരിശുമുറ്റത്ത് മുകളിൽ പരുന്ത് പറക്കും, നക്ഷത്രം ഒതുക്കി കൃത്യം 12 മണിക്ക് ആ കുരിശിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെയുള്ള അതിശയങ്ങളൊക്കെ ഉണ്ട് കാഞ്ഞിപ്പള്ളിയിൽ. അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. ഈ അവിടെ ഇരിക്കുന്ന ഭഗവതി പുണ്യാളന് ഈ പ്രദർശനം തെക്കേറ്റത്ത് അങ്ങാടിയിൽ തെക്കേറ്റത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ പുണ്യാളൻ്റെ രൂപം അങ്ങോട്ട് തിരിച്ചു പിടിക്കും, കിഴക്കോട്ട് തിരിച്ചു പിടിച്ച്. അപ്പം അവർ അമ്പലത്തിൻ്റെ വാതിൽ തുറന്നിട്ട് അപ്പം അവർ ആങ്ങളെയും പെങ്ങളുമാണ് നേരിൽ കാണണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും ശരിക്കും അറിയാൻ പാടില്ല. അങ്ങനെ പറയുന്നുണ്ട് ഐതിഹ്യങ്ങൾ. അപ്പോൾ അവിടെയുള്ള ശക്തി തമ്പുരാനെ അവിടെ കണ്ടുള്ള കോലുവം അവിടെ താമസിച്ചിട്ടുണ്ട്. നാടകം ഉണ്ട്. ആദ്യമായിട്ട് തുടങ്ങിയത് സെബസ്ത്യാനോസിൻ്റെ ജീവചരിത്രം. ആ നാടകത്തിന് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ഈ പെൺപിള്ളേർ തന്നെയല്ലേ, ഞങ്ങളങ്ങനെ വിടില്ല, പോണ്ടെന്ന് പറഞ്ഞു. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് ഒരു 2.5 ഏക്കർ പാടത്ത് കൃഷിസ്ഥലം തന്നെ ഉണ്ട്. ഞങ്ങൾ തിരിഞ്ഞിട്ടുള്ള ശേഷം വർത്താനം കേട്ടോ. അത് തിരിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അന്ന് ചേട്ടന് ഈ കമ്പനി പോവാല്ലേ, ഞാൻ ഈ രാത്രി പോയവരാണെങ്കിൽ പകല് പാടത്തെ കാര്യങ്ങളൊക്കെ നോക്കും. രാത്രി പോണ ദിവസമാണെങ്കിൽ
അല്ല പകല് പോണ ദിവസമാണെങ്കിൽ ഇന്ന കാര്യമൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ പോയി അന്വേഷിക്കണം. പണിക്കാരെയും കൊണ്ട് ഈ ഞാറുപറിയും നടിയിലും കാര്യങ്ങളൊക്കെ വന്നുണ്ടല്ലോ. ഈ പറഞ്ഞ സ്ഥലം മുഴുവനും ഞാറ് പറപ്പിച്ച് നട്ട് കയറി പോരണ്ടേ. അപ്പൊ അങ്ങനെ ഞാറൊക്കെ പറപ്പിക്കും, അതിന്റെ പിന്നാലെയൊക്കെ പോകണം. പിന്നെ മറ്റേ പറമ്പിൽ മോട്ടർ വെച്ച് അവിടെയും നെല്ലാണ് കൂടുതൽ പണിതുകൊണ്ടിരുന്നത് അന്നൊക്കെ. അപ്പൊ അവിടെ പിള്ളേര് ഇതിരുടെ ആവണേക്ക് മുന്നേ ഞാൻ പോയി വെള്ളമൊക്കെ അടിക്കും. എൻ്റെ ഭർത്താവ് ഇവിടുത്തെ ഏറ്റവും ഇളയ മകനായിരുന്നു. പുള്ളി പഠിച്ച് ഇവിടെ 4ാം ക്ലാസ് കഴിഞ്ഞു, 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കാഞ്ഞൂര് പോയാൽ പഠിച്ചത്. കാഞ്ഞൂര് ഇവിടുന്ന് നടന്നു പോയി അന്ന് ഈ ഭാഗത്തുള്ള ആൺപിള്ളേരൊക്കെ അങ്ങനെ നടന്നു പോയി കാഞ്ഞൂര് പോയി പഠിച്ച്. 10ാം ക്ലാസ് വരെ അങ്ങനെ പോയി പഠിച്ച്. 10ാം ക്ലാസ്സിൽ എൻ്റെ ഭർത്താവ് തോറ്റു. ഇംഗ്ലീഷിന് 2 മാർക്കിനൊക്കെ പോയി. അന്ന് എല്ലാ വിഷയവും ജയിച്ചിരിക്കുക, ഇന്നത്തെ പോലെയല്ല. എല്ലാ വിഷയവും ജയിച്ചിരിക്കുന്നത് നല്ല മാർക്കും വന്നു. എന്നിട്ട് അത് പഠിച്ച് 2ാമത് എഴുതി ജയിച്ച്. അത് കഴിഞ്ഞ് ടൈപ്പ് പഠിക്കാൻ പോയി. ടൈപ്പ് പഠിച്ചുകൊണ്ട് നടന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ മൂത്ത പെങ്ങളെ കെട്ടിയേക്കണ അളിയൻ്റെ അളിയൻ വഴിക്ക് ഈ കമ്പനി കയറ്റി ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്തു. ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് കയറി. ഇവിടെ വരുന്ന സമയത്ത് ഈ കഞ്ഞി ചായയും പലഹാരത്തിൻ്റെ പണിയൊക്കെ ഒന്നുമില്ല. 3 നേരം ഈ അരി ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കാലത്ത് കഞ്ഞി വല്ല കിഴങ്ങോലത്തോ അല്ലെങ്കിൽ ചക്ക ഉണ്ടെങ്കിൽ ചക്ക, അല്ലെങ്കിൽ വല്ല ഇത് വല്ല ചിലപ്പോൾ വല്ല ഉപ്പുമാങ്ങയോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഉപ്പുമാങ്ങയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കി അതൊക്കെയാണ് കഞ്ഞൂടി. ഉച്ചയ്ക്കാവുമ്പോൾ ഒരു പണിക്കാരുണ്ടാവും. ഈ കണ്ണൻ ഞങ്ങളുടെ പണിക്കാരെന്ന് പറഞ്ഞു. ആ കണ്ണനുള്ളപ്പോൾ ചക്ക ഉള്ള സമയമാണെങ്കിൽ ചക്ക വലുത്തും ഒരു ചാറുകറി ഉണ്ടാക്കും. കപ്പ ഉള്ള സമയമാണെങ്കിൽ കപ്പ വലുത്തും ഒരു ചാറുകറി. കഞ്ഞിയാണ്, ചോറൊന്നുമല്ല. ഇപ്പം ഇന്നിപ്പം നമ്മളിപ്പോൾ പുഞ്ച കൊയ്യുന്ന സമയമായിട്ടുണ്ട്. പാടത്ത് പുഞ്ച പണിതുകൊണ്ടിരുന്നപ്പോൾ പുഞ്ച കതിര് കണ്ട് ഈ ഈസ്റ്റർ കഴിയുമ്പോഴത്തേക്കും പുഞ്ച കൊയ്ത്ത് തുടങ്ങും. ആ പുഞ്ച കൊയ്ത്ത് തുടങ്ങുന്നതിനേക്ക് മുന്നായിട്ടുമ്പക്ക് അടുത്ത പൂപ്പ് ഇറക്കാനുള്ള ഞാറൊക്കെ ഇടൽ കൊടുക്കും. വിത്ത് ഞാറിട്ട് നിർത്തും. ഞാറിട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ പുഞ്ചാണ്ട് കൊയ്ത് കഴിഞ്ഞാൽ ഉഴുത് പില്ലറൊക്കെ ഇറങ്ങിയപ്പോൾ ഉഴവുകാരൊന്നും ഇല്ലാണ്ടായി. അപ്പം പിന്നെ പണി എളുപ്പമായി. പില്ലറ ഇറങ്ങി ഉഴുത് പാടാക്കി നടും ഞാറ് പറിച്ചുകൊണ്ട് ഈ പെൽക്കിള ഇട്ട് നട്ടു. ഇവിടെ അങ്ങനെ പെൽക്കിളുകൾക്ക് ഇത്ര സ്ഥലത്ത് ഇത്ര ആൾ നടും, അങ്ങനെ കൊണ്ട് ഇറക്കി വെക്കും. അപ്പോൾ അവർ നേരം നിലയൊന്നും നോക്കൂല, നട്ടിഞ്ഞൊരു കയറി. അങ്ങനെ തർക്കമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ പണിക്കാരാണ് കേട്ടോ. ബാക്കിയുള്ളിടത്തൊക്കെ തഞ്ചവും തായോ ഒക്കെ എടുത്ത് പണിത് തീരും, അങ്ങനെയൊക്കെയാണ്. ഞങ്ങളുടെ പണിക്കാർ അങ്ങനെയില്ല. എത്ര സമയത്ത് ഇത്ര ആള് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നട്ട് തീരും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നല്ല പണിക്കാരായിരുന്നു. അവരത് നട്ട് തീർത്ത് കയറി പോരുള്ളൂ. ഞാറ് പറയുമ്പോൾ അത് നടക്കൂല. ഞാറ് പറി അങ്ങനെ വിചാരിച്ചോണം നീങ്ങൂല ഞാറ് പറി. പിന്നെ അടുത്ത പൂപ്പ് ഞാറ് പറിച്ച് നടിയിലും പണിയൊക്കെ ആയി. കഞ്ഞി എന്ന് പറയുമ്പോൾ ഒക്ടോബറിലേക്ക് പോകണ്ട, സെപ്റ്റംബറിൽ കൊയ്ത്തും പണിയാണ്. പിന്നെ കൊയ്ത്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും മുണ്ടകൻ നടാനുള്ള ഞാറൊക്കെ നട്ട് പാകി പിടിപ്പിച്ച് നിർത്തിടുന്നുണ്ടാവും. അപ്പോഴേക്കും ഈ കഞ്ഞി സെപ്റ്റംബറിലുള്ള ആ കൊയ്ത്താണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കുന്നത് അടുത്ത മുണ്ടകൻ കൊയ്ത്തിൻ്റെ പണിയാണ്. ഈ ജനുവരിയിൽ ഡിസംബറിലൊക്കെ കൊയ്ത്തുണ്ടാവും, അപ്പോഴുള്ള പണിയാണ്. അപ്പോൾ അതിന് ഞാറുപറി നടിയിൽ പിന്നെ പണി ഈ 3 പൂപ്പും കൃഷിയായ പിന്നെ പണിക്കൊരു കുറവില്ല. പിന്നെ ഇപ്പോൾ കണവണ്ണൊന്നായില്ലേ, പാടമൊക്കെ ഇഷ്ടക്കാലത്തിന് പോയി. അത് കഴിഞ്ഞ് എയർപോർട്ടിന് പോയി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പാടങ്ങളൊക്കെ പോയി. പിന്നെ ഉള്ള പാടം തന്നെ കൃഷി ചെയ്യുന്നില്ല. 2 കഴി നെല്ലോ 3 കഴി നെല്ലട്ടെ, എപ്പോഴും കാശ് കൊടുത്തില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സമരമില്ല, ഒന്നുമില്ല. അവർ പറയണ കാശ് കൊടുത്താൽ നമുക്ക് പണിയെടുക്കാൻ വരും. ഇത്ര രൂപയാണ് ഇപ്പോൾ കൂലി എന്ന് പറഞ്ഞാൽ അത്രയും രൂപ കൊടുത്താൽ നമുക്ക് പണിയാൻ വരും. അല്ലാണ്ട്
നേട്ടമൊന്നുമില്ല. ഇപ്പം പണിയെടുത്ത് നമുക്ക് ഒരു നേട്ടമില്ല. അന്ന് പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിക്കാർക്ക് കാശ് കുറവാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നെല്ല് കൊയ്ത് 7-1 പമ്പം കൊടുത്ത് ബാക്കി നെല്ല് ഇഷ്ടം പോലെ. ഈ 6-8 കൃഷി ഇറങ്ങിയ പിന്നെ നമ്മുടെ പെര നിറച്ച് നെല്ല. ഇവിടെ 10-30 കിൻഡൽ ഓരോ പൂപ്പിലും കൊടുക്കും, 2-3000 മുടി വയ്ക്കോലും കൊടുക്കും. പൈസക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഞാൻ വേർതിരിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. അങ്ങനെ നെല്ലും കൊടുത്ത് വയ്ക്കോലും കൊടുത്ത് കാശ് ഇഷ്ടം പോലെ. ചേട്ടൻ്റെ ശമ്പളമുണ്ട്, ചേട്ടൻ്റെ ശമ്പളം കൊണ്ട് പാടത്തെ പണി കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ പിന്നെ ഈ വിൽക്കണ കാശ് സൂക്ഷിച്ചാണ് ഞങ്ങൾ പെൺപിള്ളേരുടെ കാര്യങ്ങൾ നടത്തിയത്. ഒരു കാശിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ശീലേനെ കെട്ടിച്ചതും ചിലരുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കാശ് സൂക്ഷിച്ച് വെച്ചിറങ്ങും. 70 കാലങ്ങളിലാണ്, 70, 50, 68 അങ്ങനെയുള്ള കാലങ്ങളിലാണ് ഈ 6-8 ഇറങ്ങി തുടങ്ങി നമുക്ക് ദാരിദ്ര്യം കുറഞ്ഞത്. മറ്റതെന്ന് പറഞ്ഞാൽ ഈ പാടത്ത് വിരിപ്പ് വെള്ളം മഞ്ഞയ്ക്ക് മുൻപുള്ള വിരിപ്പ് പൊടിയിലാണ് വിതയ്ക്കണേ. പൊടിയിൽ വിതച്ച് കഴിഞ്ഞാൽ ഈ സമയമാകുമ്പോഴത്തേക്ക് ഈ മഴയാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ സർവ്വനേരം മലവെള്ളം. നെല്ല് നിരന്ന് വരുമ്പോഴത്തേക്കും മലവെള്ളം കൊണ്ട് നമുക്ക് ഒന്നും കിട്ടൂല. അങ്ങനെയാണ് ഈ കഞ്ഞിക്കൊക്കെ ആൾക്കാർക്ക് ദാരിദ്ര്യം വന്നത്. ഒരു ഭാഗം കിട്ടില്ല, ആ വക്കോല് കണ്ടിച്ചുകൊണ്ട് വരാം. പിന്നെ എല്ലാം മലവെള്ളം ഒന്നും കയറാത്ത സ്ഥലം. അപ്പം ഞങ്ങൾക്കില്ല എയർപോർട്ടിന് പോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ 4 പുറവില്ലേ ഓർക്കണ്ടോ, അതിൻ്റെ വടക്കേ വശത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ സ്ഥലമൊന്നും വെള്ളം കയറില്ലായിരുന്നു. അതിനകത്തൊക്കെ നെല്ല് കഞ്ഞിക്ക് കിട്ടും. പിന്നെ അതിൻ്റെ കിഴക്ക് പാടത്ത് കുറച്ചുണ്ടായി, അവിടെ മലവെള്ളം കയറില്ല. അവിടുത്തെ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിക്ക് നെല്ല് കിട്ടും. അല്ലെങ്കിൽ ഈ പാടമൊക്കെ മലവെള്ളം കൊണ്ട് തൊടൂല. അങ്ങനെയാണ് അന്നത്തെ കാലമൊക്കെ. വർഷകാലത്തിൻ്റെ സമയം ഇടവ മാസമില്ലേ, മെയ്. അപ്പം ആ ഇടവപ്പാതിക്കാണ് കാലവർഷം തുടങ്ങണേ. അതിക്ക് മുന്നേ ഇടമഴയൊക്കെ പെയ്യും. ഈ സമയത്തൊക്കെ ഇടമഴ പെയ്ത് ഈ പൊടിയിൽ ഈ വിതയ്ക്കണ പാടം ഉഴുത് പൊടിച്ച് ഒരുക്കി വിതയ്ക്കണതൊക്കെ. അത് കഴിഞ്ഞാൽ ഇടവപ്പാതിക്ക് മഴയാണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ പുല്ലൊക്കെ പറിച്ച് കളയണം. കണ്ടങ്ങളിൽ നിന്നൊക്കെ ഈ നെല്ലിൽ നിന്നൊക്കെ പുല്ല് പറിക്കൽ നല്ലൊരു പണിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇടവപ്പാതിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മുടങ്ങാണ്ട് തന്നെ മഴ ഉണ്ടാവും ഒരു ഒക്ടോബർ വരെ. ഒക്ടോബറിലൊക്കെ തുലാവർഷം പെയ്ത് നല്ല കാറ്റും മഴയും ഇടിയും. ഈ കാലവർഷം തുടങ്ങുമ്പോഴും ഉണ്ടാവും ഇടിയും കാറ്റും മഴയൊക്കെ. ഇപ്പം നേരത്തെ ഇങ്ങനെ ഇടമഴയൊക്കെ ആദ്യ കാലത്തുണ്ട് ഇടമഴ. അത് ദുഹ്റാനിക്ക് പഴഞ്ചൊല്ല് പറയുന്നുണ്ട്, ദുഹ്റാനിക്ക് 6 ആന ചത്തൊഴുകുന്ന് പറയുന്നത്. അന്നും പെയ്യാത്ത മഴയും പെയ്യും. അങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഒരു ദിവസം അപ്പം 2-3 ദിവസം മുന്നോടിക്ക് നല്ല പെയ്ത്തായിരിക്കും. ദുഹ്റാനയുടെ അന്നാണ് 61 വെള്ളം വന്നത്. 61 ഒരുമാതിരി വലിയ വെള്ളം വന്നു. അന്ന് ഈ 18 വെള്ളം പോലെ ഒന്നും ആയില്ല കേട്ടോ. 61 ഒരുവിധം വെള്ളം വന്ന് ഇവിടുന്നൊന്നും ഇറങ്ങില്ല. അന്ന് ഈ തറവാട് ഉണ്ടായത്, അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്നൊന്നും ഇറങ്ങി പോണ്ടി വന്നിട്ടില്ല. ഈ ഭാഗത്തു നിന്നൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. അപ്പം മനത്തലേന്ന് മുഴുവനും ഈ വാരക്കാലത്തിൽ വന്ന കിടന്ന്. അന്ന് വാരക്കുളം കെട്ടിട്ടുണ്ടായില്ല, കൊയ്ത് വെക്കുന്ന സ്ഥലമൊക്കെ. അപ്പോൾ അവിടെ വന്ന കിടന്നെന്നൊക്കെ പറയുന്നുണ്ട്. വാരക്കളം അവിടെ ഈ മനക്കിലെ സ്ഥലം ഈ വാരത്തിൽ നടക്കുന്ന ആൾക്കാർ ഈ അമ്പലത്തിലെ സ്ഥലങ്ങളൊക്കെ പങ്കിന് പണിത കൊയ്ത് വെക്കുന്നുണ്ട്. അവിടെ കൊയ്ത് വെച്ച് അവിടെ നിന്ന് മെതിച്ച് വയ്ക്കോലും നെല്ലും പങ്കുവെച്ച് അവരവരുടെ വീടുകളിലേക്ക് അമ്പലത്തിൻ്റെ സ്ഥലം, അമ്പലത്തിൻ്റെ നെല്ല് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കണം. വയ്ക്കോലും നെല്ലും വയ്ക്കോലും അവിടെ തന്നെ കുത്തിയാൽ മതി. നെല്ല് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കണം. അത് ഈ അവിടുത്തെ ഈ അമ്പലക്കാരുടെ സ്ഥലം പകുതി വാരത്തിന് നടക്കണുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊയ്ത് വെക്കുന്നു. അല്ല പാട്ടം നിലമായിട്ട് കൊടുക്കണവർക്കാണെങ്കിൽ പാട്ടം കൊയ്ത്തൊക്കെ അത് കൊല്ലത്തിൽ ഒരു തവണ പാട്ടം കൊടുക്കണം. അത് ഈ മുണ്ടോ കൊയ്ത്ത് കഴിയുമ്പോൾ ജനുവരിയിൽ
അപ്പൊ അവിടെ കൊയ്ത് വെച്ച് നെല്ല് നമ്മള് വിളമ്പര വീട്ടിൽ കൊയ്ത് വെച്ചാൽ മതി. വീട്ടിൽ കൊയ്ത് വെച്ച് നെല്ല് മെതിയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ വീശി ഉണക്കി ഇത്ര കുറവ് നെല്ല കളക്കണമെന്നുണ്ട്. അപ്പൊ അത് അവിടെ കൊണ്ടുവന്ന് അളക്കണം. ഒരു നാഴി എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങഴി നെല്ല് 4 നാഴിയാണ്. അപ്പൊ അതിലൊരു നാഴി കഴിഞ്ഞാൽ പിന്നെ 3 നാഴിയേ ഉള്ളു ഇടങ്ങഴിയിൽ. അങ്ങനെയാണ്. പറ എന്ന് പറയുന്നത് നിറപറയാണെങ്കിൽ 9 ഇടങ്ങഴി ഉണ്ട്. വടിച്ച് അളക്കണമെങ്കിൽ 8 ഇടങ്ങഴി. അന്ന് വൈറ്റിൻ്റെ ഇല, മാങ്ങ, ചക്കയിലൊരു വിഷമില്ലാത്ത സാധനമാണ്. കപ്പ, ചേന, ചേമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളിൽ ചെല്ലണത് ആൾക്കാരുടെ. ഇന്നെന്തൊട്ട് ചെല്ലണം? ഇന്ന് അത് വലുതും തിന്നണ്ട മനുഷ്യര്. ഇന്ന് ഈ വിഷമാണ് ചെല്ലണത്. ഇപ്പം നമ്മൾ ചോറുണത് തന്നെ അതിലും വിഷമാണ്. ഈ അരി മില്ലുകളിൽ ഉണ്ടാക്കണതിൽ കേട് വരാണ്ടിരിക്കാൻ അവരെന്തോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നുവെച്ച് മേടിച്ച് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇപ്പൊ അന്നത്തെ പോലെയുള്ള യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ യാതൊന്നുമില്ല, കഷ്ടപ്പാടുകളും ഇല്ല. ഇന്നുള്ള മനുഷ്യർക്കൊക്കെ ജീവിത സുഖം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. അന്നത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുങ്ങൾ ഒന്നും ഇല്ലാണ്ട് വരും. ഇത്തിരി പൊടിയരി ആട്ടെ, അല്ലെങ്കിൽ അത് ആട്ടെ, ഇത് ആട്ടെ, ചക്കക്കുരു ആട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അതുങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ കൊടുക്കാണ്. ഇതുങ്ങളെ കാണുമ്പോൾ തന്നെ ദുരിതം തോന്നാണ്. ഭയങ്കര കഷ്ടപ്പാടും പട്ടിണി ഉള്ള കാലമായിരുന്നു.